തിരുവനന്തപുരത്ത് ശിശുക്ഷേമ സമിതിയുടെ വേനലവധി ക്യാമ്പിൽ മോഹിനിയാട്ടം അവതരിപ്പിച്ച ഡോക്ടർ RLV രാമകൃഷ്ണൻ കളിക്കൂട്ടം വേദിയിലെത്തിയ അദ്ദേഹം കുട്ടികളുമായി സംവദിച്ചു. വിവാദങ്ങൾ തന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടേ ഉള്ളൂ എന്ന് RLV രാമകൃഷ്ണൻ പറഞ്ഞു. കലാമണ്ഡലം സത്യഭാമയുടെ പരാമർശവും തുടർന്നുണ്ടായ വിവാദത്തിനും ശേഷം ഇതാദ്യമായാണ് RLV രാമകൃഷ്ണൻ ഒരു പൊതുപരിപാടിക്കായി തിരുവനന്തപുരത്തെത്തുന്നത്. കിളിക്കൂട്ടം വേദിയിലെത്തിയ അദ്ദേഹത്തെ കുട്ടികൾ കലാഭവൻ മണിയുടെ പാട്ടുകൾ പാടിയാണ് ക്യാമ്പിലേക്ക് ക്ഷണിച്ചത്. ക്യാമ്പിലെത്തിയ കുട്ടികളുമായി RLV രാമകൃഷ്ണൻ സംവദിച്ചു. സംശയങ്ങളും ചോദ്യങ്ങളുമായി കുട്ടികളും ഒപ്പം കൂടി. സാർ, ഒരുപാട് വിവാദങ്ങൾ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ പ്രതികരിക്കാനും ഒക്കെയുള്ള പ്രചോദനം ആരായിരുന്നു? അതെന്താണ്? തീർച്ചയായിട്ടും പ്രചോദനം നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന മണിച്ചേട്ടൻ തന്നെയാണ്. കാരണം മണിച്ചേട്ടൻ ഒരുപാട് ഇതുപോലെയുള്ള കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോയ ഒരു വ്യക്തിയാണ്. സിനിമാ മേഖലയിലും മിമിക്രി കലാരംഗത്തൊക്കെ മണിച്ചേട്ടൻ ഒരുപാട് ഇതുപോലുള്ള വിവേചനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും മണിച്ചേട്ടൻ്റെ കുടുംബത്തിലെ ഒരു അംഗം എന്നുള്ള രീതിയിൽ നമ്മളിതൊക്കെ കണ്ട് മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ ആ ഒരു പ്രചോദനം തന്നെയാണ്. ഇപ്പം ഇവിടുത്തെ കൊച്ചുമക്കൾ വരെ ഈ വിവാദത്തെ അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഇങ്ങനൊരു വിവേചനം അവർ ഇഷ്ടപ്പെടുന്നില്ല. നമ്മുടെ സാംസ്കാരിക പ്രബുദ്ധരായിട്ടുള്ള ഈ നാട്ടിൽ ചില പാരമ്പര്യവാദികൾ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നുള്ളൂ. ഏത് കലയുടെയും പരിപൂർണതയാണ് അതിൻ്റെ സൗന്ദര്യമെന്നും പഠിച്ച കലയിൽ നിറഞ്ഞാടണമെന്നും കുട്ടികൾക്ക് പറഞ്ഞു നൽകിയാണ് RLV രാമകൃഷ്ണൻ മടങ്ങിയത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.